പോഷകങ്ങൾ എടുക്കുന്നതിനകത്ത് ഇപ്പോൾ വലിയ ചോദ്യങ്ങളാണ് വരുന്നത്. കാരണം എന്താ വെച്ചാല് ചില വിദഗ്ധന്മാര് പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നുണ്ട്. കാരണം അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഇത് സപ്ലിമെന്റോ പോഷകങ്ങളോ ഒന്നും എടുക്കാതിരുന്നാലല്ലേ അവരുടെ കച്ചവടം നടക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെയിലി ചോറ് കഴിക്കുന്നു. ഈ ചോറ് കഴിച്ചത് ഓവർഡോസ് ആകുമോ, ആയാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളത് ആരെങ്കിലും ചോദിക്കൂ, ആരെങ്കിലും ചിന്തിക്കൂ? പൊറോട്ട കഴിച്ച പ്രശ്നമുണ്ടോ, കുറെ കഴിച്ച പ്രശ്നമുണ്ടോ എന്നുള്ള ആരും ചിന്തിക്കുമോ? കൊക്കക്കോല കഴിച്ച പ്രശ്നമുണ്ടോ, കൂടുതൽ കഴിച്ച പ്രശ്നമാണോ? അതാരും ചോദിക്കുക പോലുമില്ല. അതായത് 1-2 ബിസ്ക്കറ്റ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ ഒരു പാക്കറ്റ് ഇരുന്ന് ബിസ്ക്കറ്റ് കഴിച്ചാലും അതിനൊരു കംപ്ലൈന്റ് പോലുമില്ല. നമ്മൾ ഒരു വിറ്റാമിൻ ഡി കഴിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിറ്റാമിൻ ഇ കഴിക്കണം എന്ന് പറഞ്ഞാൽ, ബി കോംപ്ലക്സ് കഴിക്കണം എന്ന് പറഞ്ഞാൽ, ഒമേഗ 3 കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം 100 കൂട്ടം ചോദ്യങ്ങളാണ്. വിറ്റാമിൻ ഡി ഒരെണ്ണം മാത്രം എടുത്താൽ മുടി കൊഴിച്ചിൽ കുറയും, ക്ഷീണം കുറയും, നീർക്കെട്ട് കുറയും, വേദനകൾ കുറയും, ഇൻഫെക്ഷൻസ് കുറയും, അലർജി കുറയും, ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ ഇത്രയും ബെനിഫിറ്റ് ആയി കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് ആളുകൾ വരുമോ, അവരവരുടെ ചികിത്സകൾ നടക്കുമോ, ബിസിനസ് നടക്കുമോ? നടക്കത്തില്ല. അപ്പോൾ സപ്ലിമെന്റ് എടുക്കാൻ താല്പര്യമുള്ളവര്, അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുന്നവര്, അവര് ഡെയിലി എടുക്കും. അവരനുസരിച്ചുള്ള മെച്ചം അവർക്ക് കിട്ടും. അല്ലാത്തവരിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളും ഓരോ ഡോക്ടർമാർ പറയും, അവർ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. സപ്ലിമെന്റ് അത് പ്രശ്നമാണ്, ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് 1% നോളജ് ഇല്ലാത്തവരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ആവശ്യമുള്ളത്, ശരീരത്തിന് ആവശ്യമുള്ളത് പോഷകങ്ങളാണ്. അതാണ് കറക്റ്റായിട്ട് സപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാതെ കുറെ മരുന്ന് വാരി കഴിച്ചത് കൊണ്ടൊന്നും നമ്മുടെ പ്രശ്നം മാറത്തില്ല.